ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. കുറച്ച് ഇടവേള എടുത്തിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം പൂജ ഹോളിഡേയ്സുമായി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ 2 അപ്ലോഡ് ചെയ്യാനുണ്ട്. ഒന്ന് അൺറിയലൈസ്ഡ് റെൻ്റ് ആണ്, അടുത്തത് ഡിഡക്ഷൻസ് ഫ്രം മാനുവൽ വാല്യൂ ആണ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് ആൾസോ പ്രസ് ബെൽ ഐക്കൺ ടു ഗെറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺറിയലൈസ്ഡ് റെന്റിനെ കുറിച്ചിട്ടാണ്. റൂൾ 4-ലാണ് അൺറിയലൈസ്ഡ് റെന്റിനെ കുറിച്ച് പറയുന്നത്. ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, റെന്റ് വിച്ച് ഈസ് നോട്ട് റിയലൈസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ഈസ് നോൺ ആസ് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റാത്ത റെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ എന്താണെന്ന്. റെന്റ് വിച്ച് ഈസ് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദ ടെനന്റ് ഇൻ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. അല്ലെ, റെന്റ് കൊടുക്കേണ്ടതാണ്, പക്ഷെ ടെനന്റ് എന്ത് ചെയ്തിട്ടില്ല, ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ റെന്റ് ഈസ് ഡ്യൂ ബട്ട് ദ ടെനന്റ് ഹാസ് നോട്ട് പെയ്ഡ് ദ റെന്റ് ഫോർ എനി റീസൺ. അല്ലെ, റെന്റ് ഡ്യൂ ആയി, പക്ഷെ ടെനന്റ് കൊടുത്തില്ല, പല കാരണങ്ങളും ആവാം, അല്ലെ, അയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിനെ നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഈ അൺറിയലൈസ്ഡ് റെന്റ് എവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അൺറിയലൈസ്ഡ് റെന്റ് എന്ത് ചെയ്യുള്ളൂ, ഡിഡക്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഈ അൺറിയലൈസ്ഡ് റെന്റ് എവിടെ ഡിഡക്ട് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ താഴെ ലെസ് അൺറിയലൈസ്ഡ് റെന്റ് ആണ് ഡിഡക്ട് ചെയ്യുക. ഡിഡക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആനുവൽ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? എന്നാൽ മാത്രമേ നമ്മൾ അപ്പോൾ ആ അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ റെന്റ് അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ ഡിഡക്ട് ചെയ്യുള്ളൂ. According to Rule 4, rent received is considered as unrealized if the following conditions are satisfied എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അൺറിയലൈസ്ഡ് റെന്റിനെ കുറിച്ച് നമ്മൾ ഏതിലാണ് പറയുന്നത്? റൂൾ 4-ലാണ് അൺറിയലൈസ്ഡ് റെന്റിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? ഈ റെന്റ് റിസീവ്ഡിനെ അൺറിയലൈസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെ? നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ലെസ് മുനിസിപ്പൽ ടാക്സും ലെസ് അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കണം. ആ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് ആ അസസി സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ അൺറിയലൈസ്ഡ് റെന്റിന് ഡിഡക്ഷൻ കൊടുക്കുള്ളൂ എന്നാണ് നമ്മളവിടെ പറയുന്നത്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ടെനൻസി ഈസ് ബോണഫൈഡ്. നമ്മൾ ആ എഗ്രിമെന്റ്, ലാൻഡ് ലോർഡും ടെനന്റും തമ്മിലുള്ള എഗ്രിമെന്റ് ലീഗൽ ആയിരിക്കണം അല്ലെങ്കിൽ ജെന്യുവിൻ ആയിരിക്കണം എന്നാണ് അവിടെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, the defaulting tenant has vacated or steps have been taken to compel him to vacate the property. അപ്പൊ നമ്മൾ പറയുന്നത് ഡിഫാൾട്ടിങ് ടെനന്റിനെ എന്ത് ചെയ്യിക്കണം? അവിടുന്ന് വെക്കേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെ? ഒഴിപ്പിക്കണം നമ്മൾ, അല്ലെ? അയാളെ ഇനി റെന്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ അയാൾ അവിടെ നമുക്ക് താമസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? അയാളെ ഒഴിപ്പിക്കണം. അയാളുടെ സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം, അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട്, അല്ലെ? അല്ലാതെ ഇനിയും നമ്മൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് റെന്റ് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും പിന്നെ അയാൾ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അങ്ങനെ അപ്പൊ നമ്മൾ അയാൾ അവിടുന്ന് ഒഴിപ്പിക്കുക. അതാണ് അടുത്ത പോയിന്റ് പറയണത്. ദെൻ അടുത്തത്, ദ ഡിഫാൾട്ടിംഗ് ടെനന്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദി അസസി. അല്ലെ, നമ്മുടെ അസസിയുടെ വേറെ വല്ല പ്രോപ്പർട്ടീസും അയാളുടെ കൈവശം ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം, അല്ലെ? അങ്ങനെ നമ്മൾ അത് ഉറപ്പുവരുത്തണം. ദെൻ അടുത്ത പോയിന്റ്, the assessee has taken all legal proceedings to recover the rent. അല്ലെ, അസസി എന്ത് ചെയ്യണം? എല്ലാ നിയമവശങ്ങളും എടുത്തിട്ട്, ലീഗൽ പ്രൊസീഡിങ്സും എടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രമിക്കണം. അല്ലാണ്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ട് അയാളെ കിട്ടാക്കടന്ന് വേണ്ടി എഴുതി വിടാൻ പാടില്ല. അപ്പൊ നമ്മൾ എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും എടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നമ്മൾ ഒരു ശ്രമം നടത്തണം എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ he satisfies the assessing officer that ലീഗൽ പ്രൊസീഡിങ്സ് വിൽ ബി യൂസ്ലെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ എടുത്തിട്ട് ഇനി അയാളുടെ കളക്ട് ചെയ്യാൻ പറ്റാതെയാണ്, യൂസ്ലെസ് ആണെന്നുള്ളത് ആർക്ക് ബോധ്യമാവണം? അസസിംഗ് ഓഫീസർക്ക് ബോധ്യമാവണം, അല്ലെ? നമ്മളെല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് ഇനി അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആരെ ഉറപ്പുവരുത്തണം? അസസിംഗ് ഓഫീസർക്ക് അത് ബോധ്യമാവണം. നമ്മൾ ഈ പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ളത് ബോധ്യം അസസിംഗ് ഓഫീസർക്ക് ഉണ്ടാവണം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ കണ്ടീഷൻ? ദ ടെനൻസി ഈസ് ബോണഫൈഡ് ആയിരിക്കണം, ദ ഡിഫാൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ഓർ steps have been taken to compel him to vacate the property. Then the defaulting tenant is not in occupation of any other property of the assessee. Then അടുത്തത്, the assessee has taken all legal proceedings to recover the rent.
അടുത്തത് he satisfies the assessing officer that legal proceedings will be useless. ഇത്രയും കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ് ഫോളോസ്. താഴെ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണേ. എപ്പോ അൺറിയലൈസ്ഡ് റെന്റ് വരുന്ന കേസിൽ അല്ലെ. അല്ലാത്ത ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അൺറിയലൈസ്ഡ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഫോർമാറ്റാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ പറഞ്ഞാൽ എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. പിന്നെ എക്സ്പെക്ടഡ് റെന്റ് കാണുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടില്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ, അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിക്കുക. പിന്നെ എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിച്ച ശേഷം ആക്ച്വൽ റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടി കമ്പയർ ചെയ്യാൻ വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണും. എന്നാൽ മാത്രമേ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അത് എഴുതിയ ശേഷം ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ദെൻ അൺറിയലൈസ്ഡ് റെന്റ്, ഇത് രണ്ടും കൂടി കൂട്ടിയ ശേഷം കുറയ്ക്കാതെന്ന് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പൊ അൺറിയലൈസ്ഡ് റെന്റ് ഒരു പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ള ഫോർമാറ്റാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അൺറിയലൈസ്ഡ് റെന്റ് റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ അരിയർ റെന്റ് റിയലൈസ് ചെയ്യും. ആ കേസിൽ നമ്മൾ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അതും കൂടി മനസ്സിലാക്കിയാലേ നമ്മുടെ അൺറിയലൈസ്ഡ് റെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. എന്നിട്ട് വേണം ഡിഡക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അൺറിയലൈസ്ഡ് റെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്. മുനിസിപ്പൽ വാല്യൂ 1,50,000, ഫെയർ റെന്റ് 1,80,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,60,000, ആക്ച്വൽ റെന്റ് 20,000 per month, then unrealized rent ₹40,000. Conditions of rule 4 satisfied. Then municipal tax 20% of MV പറഞ്ഞ മുനിസിപ്പൽ വാല്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ആനുവൽ വാല്യൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതിൽ നമുക്ക് GAV ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. GAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് എന്ത് GAV പറയുന്നത്. എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് റെന്റ് തന്ന റൂൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. മനസ്സിലായി? അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെയർ റെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ FRV ഓർ MRV വിച്ച് എവർ ഈസ് ഹയർ 1,50,000 ഓർ 1,80,000 വിച്ച് എവർ ഈസ് ഹയർ 1,80,000. ഇനി ഈ 1,80,000 സ്റ്റാൻഡേർഡ് റെന്റ് നോക്കുക 1,60,000. അപ്പൊ അത് ഏതാണ് ലോവർ? 1,80,000 ഓർ 1,60,000 വിച്ച് എവർ ഈസ് ലോവർ എടുക്കണം. അതാണ് നമ്മുടെ എന്ത് എക്സ്പെക്ടഡ് റെന്റ്. ക്ലിയർ ആയോ? ഈ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റ് കിട്ടി. ഇനി ആക്ച്വൽ റെന്റ് 20,000 per month ആണ്. അപ്പോൾ 20,000 × 12 2,40,000. ഇനി GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ A ഓർ B. A പറയണത് എക്സ്പെക്ടഡ് റെന്റ്, B പറയണത് ആക്ച്വൽ റെന്റ്. വിച്ച് എവർ ഈസ് ഹയർ 1,60,000 or 2,40,000 which ever is higher 2,40,000. ക്ലിയർ ആയോ? ഇനി അതിന് ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് 20% ഓഫ് MV. MV പറഞ്ഞാൽ മുനിസിപ്പൽ വാല്യൂ. 1,50,000 20% കണ്ട 30,000 കിട്ടി. പിന്നെ അൺറിയലൈസ്ഡ് റെന്റ് അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000. അവിടെ കണ്ടീഷൻസ് ഓഫ് റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ താഴെ പറഞ്ഞ കണ്ടീഷൻസ് കുറേണ്ടല്ലോ, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ട പറഞ്ഞു. അപ്പൊ അൺറിയലൈസ്ഡ് റെന്റും കൂടി എഴുതി. അപ്പൊ ഈ 30,000 40,000 കൂടി കൂട്ടിയപ്പോൾ 70,000 കിട്ടി. ആ 70,000 2,40,000 നമ്മൾ കുറച്ചു ഡിഡക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആനുവൽ വാല്യൂ 1,70,000 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ ഈ കേസിൽ നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്, പക്ഷെ വേക്കൻസി ഇല്ല. ജസ്റ്റ് അൺറിയലൈസ്ഡ് റെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് അൺറിയലൈസ്ഡ് റെന്റും വേക്കൻസിയും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റും റിയലൈസേഷൻ ഓഫ് അരിയർ റെന്റും വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞാലേ നമുക്ക് ഈ ടോപ്പിക് എന്ത് ചെയ്യുള്ളൂ? കവർ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. GAV ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. GAV മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും കുറച്ചാൽ
നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഈ കണക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? ചില കേസിൽ ഇപ്പോൾ മുനിസിപ്പൽ ടാക്സ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേ തരും. ഓണർ കൊടുത്ത് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് തരും. ചിലപ്പോൾ 20% ഓഫ് മുനിസിപ്പൽ വാല്യൂ കൊണ്ട് തരും. അപ്പോൾ മുനിസിപ്പൽ വാല്യൂൻ്റെ എടുക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് അൺറിയലൈസ്ഡ് റെന്റും വാക്കന്റ് എന്നുള്ള കേസിൽ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ compute the annual value of the house. Municipal value 2 lakh, fair rent 1,80,000, standard rent 2,50,000, actual rent 30,000 per month. The building remained vacant for 2 months during the previous year. Unrealized rent rupees 30,000. Conditions of rule 4 are satisfied. Municipal tax paid by the owner rupees 15,000 and by the tenant rupees 15,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമുക്ക് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് ടെനന്റ് കൊടുത്തു, ഓണർ കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഓണർ കൊടുത്താൽ മാത്രമേ ഡിഡക്റ്റ് ചെയ്യുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക, ഒരു പോയിന്റ്. പിന്നെ അടുത്ത് പറയണത് അൺറിയലൈസ്ഡ് റെന്റ് 30,000 റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. മനസ്സിലാവും? അപ്പോൾ 2 ഡിഡക്ഷൻസ് ആണ്. ഒന്ന് മുനിസിപ്പൽ ടാക്സ്, ഒന്ന് അൺറിയലൈസ്ഡ് റെന്റ്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? GAV പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, അതാണ് നമ്മുടെ GAV. അതിന് എക്സ്പെക്റ്റഡ് റെന്റ് കാണണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് റെന്റ് തന്നതുകൊണ്ട് ആ കേസ് എടുക്കണം. fair rental value or municipal value whichever is higher, 2 lakh or 1,80,000 whichever is higher, 2 lakh. Then ഈ 2 lakh standard rent 2,50,000, 2 lakh 2,50,000 whichever is lower, 2 lakh. എക്സ്പെക്റ്റഡ് റെന്റ് എത്ര കിട്ടി? 2 lakh എന്ന് കിട്ടി. ഇനി ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 30,000 പെർ മന്ത് ആണ് നമ്മുടെ ആക്ച്വൽ റെന്റ്. ഇവിടെ 2 മാസം വേക്കന്റ് ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 മാസം വേക്കന്റ് ആണ്. അപ്പൊ 10 മാസേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ ഇല്ലേ? അപ്പൊ നമ്മൾ ആക്ച്വൽ റെന്റ് കാണുമ്പോൾ നമുക്ക് 30,000 into 10 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ 3 lakh കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 30,000 into 12 3,60,000. അതിന്ന് 2 മാസത്തെ വേക്കൻസി പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 60,000 കിട്ടും അല്ലെ? നമുക്ക് 30,000 into 2 2 മാസം വേക്കൻസി 2 months ആണ്. അപ്പൊ നമുക്ക് 30,000 into 2 60,000 കിട്ടും. അങ്ങനെ ലെസ് ചെയ്താലും 3 lakh ആണ്. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം. ഒന്നുമില്ലെങ്കിൽ 30,000 into 10 വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് 3 lakh എഴുതുക ആക്ച്വൽ റെന്റ്. അല്ലെങ്കിൽ നമ്മൾ 30,000 into 12 3,60,000 എടുക്കുക. അതിന്ന് 2 മാസത്തെ വേക്കൻസി ലെസ് ചെയ്യുക. അപ്പോഴും 3 lakh ആണ്. എങ്ങനെ ചെയ്താലും ആൻസർ. ചില ബുക്കിൽ ഇങ്ങനെ ചെയ്തില്ല. എങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. മനസ്സിലായി? അപ്പൊ ആക്ച്വൽ റെന്റ് 3 lakh ആണ്. അപ്പോൾ ആക്ച്വൽ റെന്റ് 3 lakhും എക്സ്പെക്റ്റഡ് റെന്റ് 2 lakhും വിച്ചെവർ ഈസ് ഹയർ, അതാണ് നമ്മുടെ GAV. അപ്പൊ 3 lakh എന്ന് കിട്ടി. വേക്കൻസി എന്നുള്ള പീരീഡിൽ ആക്ച്വൽ റെന്റ് കുറവും എക്സ്പെക്റ്റഡ് റെന്റ് കൂടിയാലും നമ്മൾ ആക്ച്വൽ റെന്റിനെയാണ് എന്തായിട്ട് എടുക്കണത്? GAV ആയിട്ട് എടുക്കണേ. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർക്കണം. ഈ കേസിൽ നമ്മുടെ ആക്ച്വൽ റെന്റ് കൂടുതലും എക്സ്പെക്റ്റഡ് റെന്റ് കുറവുമാണ്. അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ റെന്റ് തന്നെ എടുത്തു. അല്ല, ഇതല്ലെങ്കിൽ വേക്കൻസി എന്നുള്ള കേസിൽ ആക്ച്വൽ റെന്റ് കുറവും എക്സ്പെക്റ്റഡ് റെന്റ് കൂടുതലാണെങ്കിലും നമ്മൾ GAV ആയിട്ട് ആക്ച്വൽ റെന്റിനെ തന്നെ എടുക്കണം. ആ റൂളുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാതെ മനസ്സിലാക്കണം. മനസ്സിലായോ? ഈ കേസിൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല. ആക്ച്വൽ റെന്റ് കൂടുതലാണ്. അപ്പോൾ ആക്ച്വൽ റെന്റിനെ തന്നെ നമ്മൾ GAV ആയിട്ട് എടുത്തു. ഇനി നമുക്ക് മുനിസിപ്പൽ ലെസ് എന്തൊക്കെയാണ്? GAV അപ്പോൾ നമുക്ക് 3 lakh കിട്ടി. ലെസ് മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ ഓണർ കൊടുത്തത് മാത്രമേ നമ്മൾ ലെസ് ചെയ്യുള്ളൂ. 15,000 ലെസ് ചെയ്തു. ദെൻ അടുത്തത് ടെനന്റ് കൊടുത്തത് നമ്മൾ ഒരിക്കലും ലെസ് ചെയ്യാൻ പാടില്ല. പിന്നെ അൺറിയലൈസ്ഡ് റെന്റ് 30,000. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 15,000 30,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 45,000 കിട്ടി. അപ്പോൾ ഈ 3 lakh നമ്മൾ 45,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ വാല്യൂ 2,55,000 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ കേസിൽ എങ്ങനെയുള്ളായിരുന്നു? അൺറിയലൈസ്ഡ് റെന്റും ഉണ്ട്, വേക്കൻസി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ വേക്കൻസി എന്നുള്ള കേസിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വേക്കൻസി എന്നുള്ള കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് ആക്ച്വൽ റെന്റ് ഈസ് ഹയർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെന്റ്. GAV പറഞ്ഞാൽ ആക്ച്വൽ റെന്റിന് തന്നെ എടുക്കണം. മനസ്സിലായോ? ആക്ച്വൽ റെന്റ് കൂടുതലും എക്സ്പെക്റ്റഡ് റെന്റ് കുറവാണെങ്കിലും നമ്മൾ GAV ആയിട്ട് ആക്ച്വൽ റെന്റിനെ എടുക്കണം. ഇനി അടുത്ത കേസ് ആക്ച്വൽ റെന്റ് ഈസ് ലെസ് ആണ്, കുറവാണ്.
ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് റെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂ ടു വേക്കൻസി കാരണമാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾ GAV ആയിട്ട് ആക്ച്വൽ റെന്റിനെ എടുക്കണം. ഈ റൂള് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഈ കേസിൽ അത് ബാധിക്കുന്നില്ല, എന്നിരുന്നാലും നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിക്കവറി ഓഫ് അരിയേഴ്സ് ഓഫ് റെന്റ് ആൻഡ് അൺറിയലൈസ്ഡ് റെന്റ്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കുറെ കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് കേസാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഡിഡക്ഷൻസ് പറഞ്ഞ ശേഷമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡിഡക്ഷൻസ് 2 ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് ആനുവൽ വാല്യൂ ഉണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ലോണും ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എഴുതി, അതിന് ലെസ് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ വാല്യൂ കിട്ടി. ഈ ആനുവൽ വാല്യൂവിൽ നിന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോണും കൊടുത്തു. അതിനുശേഷമാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത് അല്ലേ. ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റും അരിയേഴ്സ് ഓഫ് റെന്റ് റിയലൈസ്ഡും ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതിൻ്റെ റൂളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് സെക്ഷൻ 25AA. അപ്പോൾ any unrealized rent of previous year is subsequently realized. It is added to income from house property after deducting 30% of the amount realized. അല്ലേ, നമുക്ക് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ വല്ല അൺറിയലൈസ്ഡ് റെന്റ് ഈ പ്രീവിയസ് ഇയറിൽ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൊണ്ട് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 30% ഓഫ് ദി എമൗണ്ട് അല്ലെ. നമുക്ക് അൺറിയലൈസ്ഡ് എമൗണ്ട് ഇപ്പോൾ 1000 രൂപയാണെന്ന് വെക്കൂ. ഈ 1000ത്തിൽ നിന്ന് 30% ഓഫ് 1000 ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1000 മൈനസ് 300 അപ്പോൾ 700. ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയോടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റും അതേപോലെ. ദെൻ അരിയേഴ്സ് ഓഫ് റെന്റ് റിയലൈസ്ഡ് സെക്ഷൻ 25B. അരിയേഴ്സ് ഓഫ് റെന്റ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് realized during the previous year is added to income from house property after deducting 30% of the amount received. ഇങ്ങനെ അരിയേഴ്സ് ഓഫ് റെന്റ് റിയലൈസ് ചെയ്ത അതും സെയിം കേസ് തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരെ കണ്ടു നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് റെന്റ് റിയലൈസ്ഡ് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ പ്രീവിയസ് ഇയറുകളിൽ അരിയർ ആയിട്ടുള്ളത് ഈ പ്രീവിയസ് ഇയറിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആയിക്കോട്ടെ, മനസ്സിലായോ? എത്ര എമൗണ്ട് ആയിക്കോട്ടെ ആ എമൗണ്ട് മൈനസ് 30% കുറയ്ക്കുക. ബാക്കിയുള്ള എമൗണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയോടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായോ? ഇതായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാം. ഡിഡക്ഷൻസ് ഫ്രം ആനുവൽ വാല്യൂ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയി തിയറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.